നെറ്റിപ്പട്ടം എന്നത് കേരളത്തിന്റെ തനതായ പാരമ്പര്യമാണെന്ന് നമുക്ക് പറയാം. ബുദ്ധമതത്തിന്റെ സംഭാവനയാണ് നെറ്റിപ്പട്ടം. എല്ലാ നെറ്റിപ്പട്ടങ്ങളും ഒരുപോലെയല്ല. ചിലത് ചൂരൽപുലി, ചിലത് നാഗപടം, ചിലത് വണ്ടോട് എന്നിങ്ങനെ വിവിധതരം നെറ്റിപ്പട്ടങ്ങളുണ്ട്. ഇവയെല്ലാം പാരമ്പര്യം അനുസരിച്ചാണ് നിർമ്മിക്കുന്നത്. കൂടുതലായി നെറ്റിപ്പട്ടം നിർമ്മിക്കുന്നത് തൃശൂർ ജില്ലയിലാണ്, പിന്നെ തൃപ്പൂണിത്തറയിലും. ബുദ്ധമതക്കാരുടെ ആചാരപ്രകാരം ആലില നെറ്റിയിൽ ബന്ധിക്കുകയായിരുന്നു പതിവ്. ഇങ്ങനെ ചെയ്യുന്നതിനെ പട്ടം കെട്ടുക എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നീട് ആലിലയുടെ സ്ഥാനത്തിന് പകരം ആഭരണത്തിന് നെറ്റിപ്പട്ടം വരികയായിരുന്നു. ഇതിലെ രൂപങ്ങൾ ചെമ്പിലാണ് പൊതുവെ നിർമ്മിക്കുന്നത്. ചെമ്പിൽ നിർമ്മിച്ച ഇവയെ സ്വർണം പൂശിയോ അല്ലെങ്കിൽ സ്വർണം പതിച്ചോ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വളരെ അപൂർവമായാണെങ്കിലും പിച്ചളയിലും ഉപയോഗിക്കുന്നുണ്ട്. ഓരോ കുമിളയിലും പഞ്ചഭൂതങ്ങൾ, ത്രിമൂർത്തികൾ, നവഗ്രഹങ്ങൾ, അഷ്ടവസ്തുക്കൾ, സപ്തഋഷികൾ, മൂലഗണപതി എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്നു. നെറ്റിപ്പട്ടം ഐശ്വര്യവും സമാധാനവും അനുഗ്രഹവും നൽകുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ പല വീടുകളിലും ഇത് അലങ്കാരത്തിനായി വെക്കാറുണ്ട്. നെറ്റിപ്പട്ട നിർമ്മാണത്തിന് ചന്ദ്രക്കര ആകൃതിയിലുള്ള ഭാഗം 11ഉം, കുമ്പൻ കിണ്ണം എന്ന മുനി ആകൃതിയിലുള്ളവ 1ഉം, വട്ടക്കിണ്ണം 2ഉം, നിരക്കിണ്ണം 40ഉം, ചെറുകുമിളകൾ 5000 എണ്ണവും, കലഞ്ഞി 1ഉമാണ് ഉപയോഗിക്കുന്നത്.